പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സിന് ഇസ്രായേൽ ട്രാവൽസ് എന്ന പേരിട്ട ഉടമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം. കർണാടകയിലെ മംഗളൂരുവിലാണ് സംഭവം നടന്നത്. സോഷ്യൽ മീഡിയ വിമർശനം രൂക്ഷമായതോടെ ഉടമ ബസ്സിന്റെ പേര് മാറ്റേണ്ട അവസ്ഥയായി. പിന്നീട് ജെറുസലേം എന്നാക്കി. കഴിഞ്ഞ 12 വർഷമായി ഇസ്രായേലിൽ ജോലി ചെയ്തു വരികയാണ് ബസ്സിന്റെ ഉടമയായ ലെസ്റ്റർ കട്ടീൽ. ബസ്സിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ വിവാദമായതോടെയാണ് പേര് മാറ്റാൻ ഇദ്ദേഹം പിന്നീട് തയ്യാറായതും. ബസ്സിന്റെ പേരിനെ ചൊല്ലി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. ചിലർ വിഷയത്തിൽ പോലീസിന് പരാതി നൽകുമെന്നും പറഞ്ഞിരുന്നു. മംഗളൂരുവിലെ മൂഡബിദ്രി കിന്നിഗോളി കട്ടീൽ മുൽക്കി റൂട്ടിലോടുന്ന ബസ്സാണിത്. ബസ്സിന്റെ ചിത്രം പങ്കുവെച്ച് ഉടമയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടും ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് ഉടമയായ ലെസ്റ്റർ കട്ടീൽ ബസ്സിന്റെ പേര് ജെറൂസലം എന്നാക്കി മാറ്റിയത്. ഇസ്രായേൽ ട്രാവൽസ് എന്ന് പേരിട്ടതിൽ എന്തിനാണ് ആളുകൾ ഇത്ര പ്രശ്നമുണ്ടാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ലെസ്റ്റർ പറഞ്ഞു. ബസ്സിന്റെ പേര് മാറ്റണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നോട് പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ വിവാദത്തിന് മറുപടി എന്ന നിലയിലാണ് ബസ്സിന്റെ പേര് മാറ്റാൻ താൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലാണ് എനിക്ക് ഒരു ജീവിതം നൽകിയത്. പുണ്യഭൂമിയായ ജെറുസലേം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണത്. ഇസ്രായേലിലെ രീതികൾ എനിക്ക് ഇഷ്ടമാണ്. ആ രാജ്യത്തോടുള്ള ആരാധന കൊണ്ടാണ് ബസ്സിന് ഇസ്രായേൽ ട്രാവൽസ് എന്ന് പേരിട്ടത്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ എന്നെ വിഷമിപ്പിച്ചു. ലെസ്റ്റർ ഡക്കാർ ഇങ്ങനെയാണ് പറഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം ബസ്സിന്റെ പേരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലീസ് സമ്മർദ്ദം ചെലുത്തിയിരുന്നില്ല. എന്നാൽ ഫലസ്തീൻ അനുകൂല പോസ്റ്റുകൾക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ ബസ്സിന് ഇസ്രായേൽ എന്ന് പേരിട്ടയാൾക്കെതിരെയും കേസെടുക്കാമെന്ന് വിമർശകർ പറഞ്ഞു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പേര് മാറ്റിയതും. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന ഇത്തരം സാഹചര്യത്തിൽ ഇത്തരത്തിൽ ബസ്സിന് പേരിട്ടത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വിവാദമായിരുന്നു. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ തന്നെ പേരിടണമായിരുന്നോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഒക്ടോബർ 7-ന് ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇസ്രായേലിനെതിരെയും പ്രത്യാക്രമണം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇസ്രായേൽ ഗസയിൽ ബോംബാക്രമണം ആരംഭിച്ചിരുന്നു. ഏകദേശം 10 മാസമായി നടക്കുന്ന ഈ ആക്രമണത്തിനെതിരെ ലണ്ടനിലെയും UK-യിലെയും മറ്റിടങ്ങളിലും നടന്ന റാലികളിൽ ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാരും പങ്കെടുത്തിരുന്നു. അതിനിടയിലാണ് ഇത്തരം വിവാദങ്ങളും പുറത്തുവരുന്നത്.